ഇന്ന് ഉമ്മാൻ്റെ അടുത്ത് നോക്കുന്നതാണ്. അപ്പം ഇന്ന് അമ്മോൻ്റെ തലശ്ശേരി ബിരിയാണി ആണ് ഇന്നത്തെ വീഡിയോ. ഇപ്പൊ ആദ്യം കുറച്ചില്ല റമദാൻ മാസമല്ലേ, അപ്പൊ ഇനി ചെക്ക് ചെയ്തിട്ട് ബാക്കി പിന്നില്ല. ഇപ്പൊ ഇറങ്ങുന്ന രീതിയിൽ നന്നായി ചോറ് ചെറുതായിട്ടൊരു എരും പുളിയൊക്കെ ഉണ്ടാകാൻ നമ്മൾ മുളക് ഇടുക, നല്ലതാവും. ചോറിനൊരു എരും പുളിയൊക്കെ ഉണ്ടാകാനാണ്. ഒക്കെ കേകിയതാണ്, 3 വട്ടം കേകിയതാണ് വെള്ളത്തിട്ടാണ്ട്. നല്ല കേകി ഒരു വട്ടം നമ്മൾ വെള്ളത്തിൽ കുതിർത്തീന്. കപ്സന്റെ അരിയൊക്കെ വെക്കണമായിട്ട് കുതിർത്തിയാൽ ഒന്ന് അരിക്കൊരു വേറിട്ടിക്കും, അരി ചോറ് വേറിട്ടിക്കും. അപ്പൊ നമ്മൾ അരി ഇടാൻ പോവാണ് വെള്ളത്തിൽ. വെള്ളം തിളക്കണുണ്ടില്ല, അപ്പൊ നമ്മള് അരിയിലേക്ക് ഇടാൻ പോവുകയാണ്. ഇടുമ്പോൾ ശ്രദ്ധിക്കണം, മേത്തേക്ക് ചുടുവെള്ളം വന്നാൽ ആരോട് പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല. പിന്നെ നമ്മൾ എന്തായിട്ട് അരി അടിഭാഗത്ത് കൂടെ ഇളക്കുക, കാരണം അടിയിൽ കുടുങ്ങണത് അതേപോലെ അരി ഉണ്ടക്കട്ടകളാവും. അപ്പം അതൊക്കെ പോകാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തിട്ട് ഇത് നോമ്പാണ്, അപ്പം പല സ്ഥലത്തുനിന്ന് സൗണ്ടൊക്കെ കേൾക്കും, അതൊന്നും വിഷയാക്കരുത്. അങ്ങനെ ഇളക്കിയതിൻ്റെ ശേഷം നമ്മൾ ജസ്റ്റ് ഒന്ന് ഉപ്പ് നോക്കുക, ഉപ്പ് ഏകദേശം ആയിനോ എന്നുള്ളത്. അപ്പോൾ ഉപ്പിന് ചെറിയൊരു കമ്മിയുണ്ട്, അപ്പം നമ്മൾ ചെറുതായിട്ട് ഉപ്പ് കൂടി കുറച്ചുകൂടി ഇട്ട് കൊടുക്കുക. ഉപ്പ് അല്ലാതെ ഇടണ്ട, ഉപ്പ് ഏറിയാൽ നമ്മൾ ചോറ് വടക്കാവും. ഉപ്പ് കഴിഞ്ഞ് കുറയ്ക്കുക, ഒരു കണക്ക് കുറച്ചാൽ നമ്മൾ സമ്മന്തിയോ ചർമ്മലൊക്കെ നമുക്ക് കുളിച്ചിക്കാം. അങ്ങനെ നമ്മൾ നന്നായിട്ട് ഇളക്കിയിട്ട് തള വരുന്ന വരെ ഇളക്കുക. ഇപ്പോൾ ഏകദേശം തള വന്ന് തുടങ്ങിയത്, അപ്പോൾ നമ്മൾ ഇളക്കുക നിർത്തുക. അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ ഏലക്കായി, കറാമ്പൂവ്, പട്ട, ഇത് നമ്മളൊരു ഫ്ലേവറിനാണ്. ചായ ഉണ്ടാവും ചെറുതായിട്ട്, നമ്മൾ പൊടി ചേർക്കും എന്നാലും ഒരു ഫ്ലേവറിന്. പിന്നെ നമ്മൾ ബിരിയാണിക്ക് ചെറിയൊരു സ്മെല്ല് ഒക്കെ കിട്ടാൻ നമ്മൾ എസൻസ് ഉപയോഗിക്കുക. ഇതൊന്നും ഓപ്ഷനാണ്, നിർബന്ധമില്ല. അതൊക്കെ നമ്മളൊരു ചെമ്പ് ദമ്മ് പൊട്ടിക്കുമ്പോൾ ആ സ്മെല്ലടിക്കാനാണ് കാര്യമായിട്ട് ഉപയോഗിക്കുന്നത്. ഓയിൽ ആണ് പാരുന്നത്. ഓയിൽ നമ്മൾ ലിമിറ്റ് വെച്ചാൽ 5 കിലോന് നമ്മളൊരു 500 ഓയിൽ നമ്മൾ പാരണം നെയ്ച്ചോറിന്. ഓയിലാണ് നമ്മളെ ഹൈലൈറ്റ് ഇതിൽ. അപ്പം നമ്മൾ ഇടയ്ക്ക് ഇതിങ്ങനെ ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ നമ്മളത് അടിയിൽ പിടിക്കും, കളറ് മാറും, പ്രശ്നമാവും. നമ്മൾ നെയ്ച്ചോറ് വെക്കുമ്പോൾ 2 രീതിയിൽ വെക്കുന്നുണ്ട്. ഇതുപോലെ വെള്ളം വറ്റിച്ചാണ് നെയ്ച്ചോറ് വെക്കുന്ന രീതിയുണ്ട്, വെള്ളത്തിൽ ഊറ്റുന്ന സിസ്റ്റം ഉണ്ട്. ദമ്മിടുമ്പോൾ അങ്ങനെയും ചെയ്യാം. നമ്മൾ ഈ വെള്ളം വറ്റിക്കുമ്പോഴാണ് ഈ നെയ്ച്ചോറിന് ടേസ്റ്റ് കൂടുക. ഊറ്റുമ്പോൾ ടേസ്റ്റ് ഇല്ല എന്നല്ല, ടേസ്റ്റ് അധികം ഇതിനാണ്. ചോറ് നോക്കുകയാണ്, ചോറ് വേവൽ എങ്ങനെ വെച്ചാൽ ഇതിപ്പോൾ നമ്മൾ തലശ്ശേരി ബിരിയാണി ആകുമ്പോൾ ഏകദേശം വേവണം. ചോറിൻ്റെ അരി ഇങ്ങനെ പിടിച്ച് വെക്കുക, ഇങ്ങനെ നെക്കി വെക്കുക, ഒടിയുണ്ട് നോക്കുക. അപ്പോൾ ഒടിയുണ്ട് ചെറുതായിട്ട്, അപ്പോൾ ചെറിയൊരു വെള്ളത്തിന് കമ്മിയുണ്ട്. അപ്പോൾ നമ്മൾ വെള്ളം പാർന്നു കൊടുക്കുക. ചെറിയൊരു വേവിൻ്റെ കമ്മിയുണ്ട്, അപ്പോൾ അതിനുള്ള വെള്ളം നമ്മൾ പാർന്നു കൊടുത്ത് ഏകദേശം ചോറ് നമ്മളത്തെ നെയ്ച്ചോറ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇറക്കി വെക്കുകയാണ് ചോറ്. ഇനി അടുത്ത മസാലൻ്റെ പരിപാടി നോക്കുകയാണ്. കോഴി മസാല ഉണ്ടാക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ നമ്മൾ കോഴി പൊരിച്ച തലശ്ശേരി ആകുമ്പോൾ കോഴി പൊരിച്ച വെളിച്ചെണ്ണ ഉണ്ടാവും, അതിൽ തന്നെ മസാല ഉണ്ടാക്കാൻ വിചാരിച്ച്. അപ്പോൾ മസാല നമ്മൾ കുറച്ച് അതിൻ്റെ ആ വെളിച്ചെണ്ണ ഇതിൽ പാരുക. മസാല ഉണ്ടാക്കാൻ പൊരിച്ച വെളിച്ചെണ്ണ ഞാൻ പാരുന്നത് ആ ഫ്ലേവർ കിട്ടാൻ. വെല്ലുള്ളി ഇതാണ്, വെല്ലുള്ളി ആദ്യം വാട്ടണം. അപ്പം വെല്ലുള്ളി വാട്ടാനുള്ള പരിപാടി. കൊടുക്കുക. ഓയിൽ എല്ലാവർക്കും എത്തുന്ന രീതിയിൽ നന്നായി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് നമ്മൾ പേസ്റ്റ് ആക്കിച്ചാണ് അത് ഇട്ട് കൊടുക്കുക. ഉള്ളി ഏകദേശം വാടി തുടങ്ങിയെന്ന് അറിഞ്ഞാൽ അപ്പോൾ ഈ സാധനം ഇട്ട് കൊടുക്കുക. ഇത് നമ്മളിപ്പോൾ 5 കിലോയ്ക്ക് 100 ഗ്രാമാണ് നമ്മൾ എടുത്തത്. പിന്നെ അതിക്കന്നെ പച്ചമുളക് ചതച്ചതിൽ നമ്മൾ ഒരു വെറൈറ്റി ആക്കിയാണ്ട് ചതക്കാതെ ഇടാണ്. എല്ലാ നീരും അതിക്കന്നെ പോന്നോട്ടെ വെച്ചിട്ട് ഒരു 5-6 പച്ചമുളക് അങ്ങനെ ഇടാണ്. ഉള്ളി ഏകദേശം വാടി നമ്മൾ അടുത്തത് ഇടാനുള്ളത് ഇതിലേക്ക് നമ്മൾ എന്താക്കി വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് പച്ചമുളക് അങ്ങനെ ഇട്ട് കുറച്ച് ഉപ്പിട്ട് നമ്മളെന്താ
ഇതിലേക്ക് തക്കാളി ഇടും. അപ്പോൾ നമുക്ക് ഇതിലേക്ക് തക്കാളി ഇടുകയാണ്. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. മസാലപ്പൊടികൾ ഇടുകയാണ്. ആദ്യം നമ്മൾ ഇടേണ്ടത് മല്ലിപ്പൊടിയാണ്. മല്ലിപ്പൊടി നമ്മൾ അജ്മി കമ്പനി അജ്മിൻ്റെ പൊടിയാണ് ഇടുന്നത്. നല്ല പൊടിയാണ്. ഇതൊരു ഈ 30 ഗ്രാം നമ്മൾ വേണം, 5 ഗ്രാമിട്ട്. പിന്നെ നമ്മൾ ചിക്കൻ മസാലയാണ് ഉപയോഗിക്കുന്നത്. ചിക്കൻ മസാലയും അജ്മി എന്ന കമ്പനീൻ്റെ തന്നെയാണ്. നല്ല സാധനമാണ്. സ്പെഷ്യലൊരു മസാലപ്പൊടിയാണ്. നന്നായിട്ട് ഇറക്കി കൊടുക്കുക. വേണ്ട, ചെറുനാരങ്ങ നീര് വരാം. 2 ചെറുനാരങ്ങ നീര്, നല്ല കരിവേപ്പിൻ്റെ ഇല ലാസ്റ്റ് ഇട്ടാലും മതി. ബിരിയാണി മസാല പറഞ്ഞാൽ തക്കോലം, ജാതിക്ക, ജാതിപത്രി, സാജീരകം ഒക്കെ കൂട്ടി പൊടിച്ചതാണ്. മറ്റേ ബിരിയാണിൻ്റെ ഏലക്കായി, പട്ടാപ്പൂവ് പൊടിച്ചത്. ഇത് ഏകദേശം സാധനം വെന്താലും നമ്മൾ അടുപ്പത്തിൽ നിന്ന് ഇറക്കുക. ബാക്കി മസാലയൊക്കെ നമ്മൾ പുറത്തുനിന്ന് എടുക്കുക. കാരണം അല്ലെങ്കിൽ നമ്മൾ സാധനം അടി പിടിക്കും. അപ്പോൾ ഉപ്പ് അടി പിടിച്ചിട്ടില്ല. അതിൻ്റെ മുമ്പ് ഇറക്കി വെച്ചിന്. വെഞ്ഞുള്ള മസാല, കുരുമുളക് പൊടി, ഇത് നമുക്ക് ഓപ്ഷനാണ്. നല്ല ഇടുക, കാരണം ഇത് നമുക്ക് കേടില്ല. നാടൻ കുരുമുളകാണ്, ഇവിടെ പൊടിച്ചതാണ് കുരുമുളക് നമുക്ക്. പിന്നെ നമുക്ക് അടുത്ത ജീരകം പൊടിച്ചത്, വലിയ ജീരകം പൊടിച്ചത്. ഇതൊക്കെ നമ്മളെ തടിക്ക് നല്ലതിനാണ്. അല്ല, ഇതിൽ കാര്യമായിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ പള്ളക്ക് കേടില്ലാക്കാനാണ് ഇതൊക്കെ ഉപയോഗിക്കുന്നത് എന്നാണ് ഞാൻ കരുതുന്നത്. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഇനി നമ്മൾ തൈരാണ് ഉപയോഗിക്കുന്നത്. മിൽമൻ്റെ തൈര് ഉപയോഗിക്കാൻ ശ്രമിക്കുക എപ്പോഴും. മിൽമൻ്റെ തൈരാകുമ്പോൾ കുറച്ച് മുറുക്കുള്ള തൈരാവും. അപ്പോൾ തൈര് ഉപയോഗിക്കുമ്പോൾ മിൽമ ഉപയോഗിച്ചാൽ നല്ലത്. മറ്റൊരു ഓപ്ഷനാണ്. ഞങ്ങളത് മിൽമയാണ് ഉപയോഗിക്കൽ. കൂട്ടി ഒന്നും കൂടി ഇളക്കുക. എല്ലാ മസാലയും ഒന്നിച്ച് മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് മഞ്ഞൾപ്പൊടി. ഇത് ഞാൻ മറന്നതാണ്, ഇത് ഫസ്റ്റ് ഇടേണ്ടതാണ്, വിട്ടുപോയതാണ്. മഞ്ഞൾപ്പൊടി നമ്മൾ ഇടുന്നതനുസരിച്ച് ചോറിൻ്റെ കളറ് മഞ്ഞാവും. എന്നാലും മഞ്ഞൾപ്പൊടി നേരത്തെ നമ്മൾ ജീരകം പറഞ്ഞ മാതിരിക്ക് തടിക്ക് നല്ലതാണ് മഞ്ഞൾപ്പൊടി. കോഴി ആദ്യം പൊരിച്ച് വെച്ചാണ്. തലശ്ശേരി എന്ന് പറയുമ്പോൾ നമ്മൾ കോഴി പൊരിച്ചാണ്ടാണ് ബിരിയാണി വെക്കൽ. അപ്പോൾ ഇത് നമ്മൾ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പിട്ടാണ്ട് പൊരിച്ച് വെച്ചതാണ്. അപ്പോൾ അത് നമ്മൾ ഈ മസാലയ്ക്ക് ഇടാണ്. ഇപ്പോൾ ഇത് വെന്ത സാധനമാണ്. അത് നമ്മൾ അരി നല്ല വേവിച്ചത് നെയ്ച്ചോറ്. അപ്പോൾ നമ്മളിത് മസാലയ്ക്ക് ഇട്ട് മിക്സ് ആക്കാൻ പോവുകയാണ്. നന്നായിട്ട് മിക്സ് ചെയ്യുക. അഥവാ ചിക്കൻ്റെ നമ്മളൊക്കെ മസാല പിടിക്കുന്ന രീതിയിൽ മിക്സ് ചെയ്യുക. പിന്നെ നമ്മളെ ഫ്ലേവർ, സ്മെല്ല് കാര്യങ്ങൾക്കൊക്കെ മല്ലിച്ചപ്പ്, പുതിന ഒരു പ്രത്യേക ഫ്ലേവർ തന്നെയാണ്. നമ്മൾ കുറച്ച് ചോറുക്കും വേണം. നമ്മൾ ഉള്ളി പൊരിച്ചതാണ്, ആദ്യം പൊരിച്ചതാണ്. ഉള്ളി പൊരിച്ചത് നമ്മൾ കുറച്ച് മസാലയ്ക്ക് ഇടുക. അപ്പോൾ മസാലയ്ക്കൊരു ഫ്ലേവർ കിട്ടാനും വേണ്ടി കുറച്ച് മസാലിൻ്റെ മേലെ ഇടുക. ബാക്കി നമുക്ക് ചോറിൻ്റെ മേലെ ഇടണം. ഓക്കെ, അപ്പോൾ ചോറിൻ്റെ മേലേക്ക് ഇടാണെങ്കിൽ ആദ്യം പൊരിച്ച ഉള്ളി, അതിലായിട്ട് ക്യാരറ്റ് എരിഞ്ഞത്, പിന്നെ അതിലോട്ട് അണ്ടി മുന്തിരി, പിന്നെ അതിലോട്ട് തന്നെ മല്ലിച്ചപ്പും പൊതിന, അതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പ് പുതിന എരിഞ്ഞത്, കുറച്ച് കരിവേപ്പിൻ്റെ ഇല, പിന്നെ നമ്മൾ കുറച്ച് കരിവേപ്പിൻ്റെ ഇല. ഇതൊക്കെ പറഞ്ഞാൽ നമ്മളെ ചോറിൻ്റെ ടേസ്റ്റ് കിട്ടാനാണ്. പിന്നെ അതിലോട്ട് കുറച്ച് നേരത്തെ ബിരിയാണി മസാല ബാക്കിയുള്ളത് നമ്മൾ പൊടി മറ്റേ ഏലക്കായ കെട്ടാണ്, എന്നാലും ഒരു ഫ്ലേവർ കിട്ടാൻ.
ബിരിയാണി മസാല കുറച്ച് ഇതിൻ്റെ മേലെ വിതറാം. ഇതൊക്കെ പാടെ കൂട്ടിയാണ്ട് മിക്സാക്കുക. എല്ലാം കൂടി നന്നായിട്ട് മിക്സാക്കുന്ന രീതിയിൽ, അഥവാ പൊടികളൊക്കെ എല്ലായിടത്തും എത്തിക്കുന്ന രീതിയിൽ മിക്സാക്കുക. ഇത് നമ്മൾ ദമ്മിടുമ്പോൾ ഉപയോഗിക്കാനുള്ള കേട്ടോ, ഇതിക്കല്ല. ദമ്മിലേക്ക് ഉപയോഗിക്കാനുള്ള സാധനം ഇപ്പോൾ നമ്മൾ റെഡിയാക്കി വെക്കുകയാണ്. ഓക്കെ, ചെറിയ ബിരിയാണി നമ്മൾ എന്താക്കണം, കുറച്ച് വെള്ളം വേണം മസാലയിൽ, അല്ലെങ്കിൽ നമ്മൾ ഭക്ഷണം അടി പിടിക്കും. അപ്പോൾ അതിനുള്ള വെള്ളം നമ്മൾ പാലാണ്. നന്നായിട്ട് എല്ലതും എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ നല്ല മിക്സാക്കുക. നമ്മൾ ദമ്മിടാൻ പോവുകയാണ്. അപ്പം നമ്മൾ ചിക്കനൊക്കെ പൊന്തിക്കണമൊക്കെ ഒന്ന് ചട്ടകം കൊണ്ട് അമർത്തി കൊടുക്കുക. എന്നിട്ട് നമ്മൾ ചോറ് കുത്താൻ പോവുകയാണ്. അപ്പം മേലുള്ള ചോറ് ഇതിൻ്റെ അടിഭാഗത്തേക്ക് വിതറുക. മേൽഭാഗമുള്ള ചോറ് അടിയിലോട്ട് വിതറി ഫില്ല് ചെയ്യുക. പൊരിച്ച നമ്മൾ നേരത്തെ മിക്സ് ആക്കിയ സാധനമൊക്കെ ഈ ചോറിലിടുക. ചോറിൻ്റെ സെൻറ്റർ ഭാഗത്തിടുക. ബാക്കിയുള്ളത് നമ്മൾ ചോറിൽ വിതറുക. ചോറ് നമ്മൾ അടുപ്പത്ത് കയറ്റുകയാണ്. അടുപ്പത്ത് കയറ്റിയിട്ട് നിർബന്ധമായിട്ട് ചെമ്പ് നേരാണെന്ന് നോക്കണം. പൊരിച്ച ഓയിൽ, ഉള്ളി പൊരിച്ച ഓയിലാണ് നമ്മളിതിന് മേലെ പാരുകയാണ്. സാധാ ഓയിലും പാരുക. പിന്നെ നമ്മൾ ദമ്മ് പൊട്ടിക്കുമ്പോൾ RKG പാരണം. പാക്കിംഗ് ഒക്കെ കണ്ടില്ലേ? അമ്മോന് KP എന്ന് പറഞ്ഞ കാറ്ററിംഗ് ഉണ്ട്. അത് താഴെ കമന്റ് നമ്പർ ഉണ്ടാവും. എല്ലാവരും വീഡിയോ കണ്ടില്ലേ? ഞങ്ങളുടെ വീഡിയോ കണ്ടു.